ഇത് രാത്രി എടുത്ത വീഡിയോ ആണെങ്കിലും ഡബ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ നടന്നുകൊണ്ട് ഞാനങ്ങ് ഡബ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്താ പറയുക, രാത്രിയിൽ ചോറൊക്കെ റെഡിയായ ശേഷം വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നി കണ്ണ് ചോരയില്ല എന്നുള്ളത്. കുറേ പേര് അത് പറയുന്നുണ്ട്, കമൻറ്റിലൊക്കെ കാണാം, അച്ചുവേ നിനക്ക് കണ്ണ് ചോരയില്ല കേട്ടോ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു കണ്ണ് ചോര വരാൻ ഇനിയിപ്പോൾ എന്താപ്പാ ചെയ്യുക, അങ്ങനെ ബ്ലഡ് കൂടി കൗണ്ടൊക്കെ കൂടുവാണെങ്കിലല്ലേ നമുക്ക് ബ്ലഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോമഗ്രാനൈറ്റോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ, നമ്മുടെ അനാറിന്ന് അത് വാങ്ങിയിട്ട് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മാസം കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നല്ലപോലെ കണ്ണ് ചോര വന്നേക്കാം. പിന്നീട് ഇടുന്ന അടുത്ത മാസത്തിലെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ പറയാം, ഇവൾക്ക് കണ്ണ് ചോര വന്നല്ലോ എന്ന്, എന്താ അല്ലേ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പൊതുവേ ഞാൻ പറയാട്ടെ, എനിക്കിപ്പോൾ കുറച്ച് നാളുകൊണ്ട് എന്തോ ഒട്ടും ഒരു വിശപ്പില്ലായ്മ, എന്താണെന്നറിയത്തില്ല. പക്ഷേ തടി ഒട്ട് കുറയണമില്ല. അതൊക്കെ എന്തെങ്കിലും അസുഖമാണെന്ന് പറയാനും പറ്റില്ല. പക്ഷേ വിശപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈമിൽ ആഗ്രഹിക്കുക ഇന്ന് തന്നെ വേണം, ഇന്ന് തന്നെ കഴിക്കണം എന്നൊക്കെ. പക്ഷേ ആ ടൈമിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യുക, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. പക്ഷെ എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മളെ മനസ്സറിഞ്ഞിട്ട് ചില സാധനങ്ങൾ നമ്മൾ മുന്നിലെത്തും. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഈ ഫ്രൂട്ട്സിനെക്കാട്ടിലും, ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നല്ലാണ്ട് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ ഒരു ഫുള്ള് കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിന് കഴിക്കും. ഇത് കുറേ നാൾ തൊട്ടേ ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും ബർത്ത്ഡേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ഇപ്പോൾ ഈ കേക്ക് മുറിക്കാത്തതെന്നുള്ള വേവലാതെ എനിക്ക്. കാരണം എന്താണെന്നറിയില്ല, അതിനോട് ഇത്രയ്ക്ക് ആക്രാന്തം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? പറയാൻ പറ്റില്ല കേട്ടോ. ചിലവർക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതങ്ങനെയാണ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതൊക്കെ വെറും ഇതായിട്ടൊക്കെ തോന്നും, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കേക്കിൻ്റെ കടയിലൊക്കെ കയറി കഴിഞ്ഞാണല്ലോ മേടിക്കേണ്ട, ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ പീസായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പീസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് കേട്ടോ. 4 പീസിന് ചിലപ്പോൾ ഒരു പീസിന് 50 രൂപയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് 4-5 പീസ് മേടിക്കുന്ന ഒരു വലിയ കേക്ക് തന്നെ മേടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ.